ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ചിന്തയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആസ്പദമാക്കി ചിന്തിക്കുവാനും മനോഹരമായ ഒരു സുവിശേഷ ഭാഗം നമ്മൾക്ക് സഭ നൽകിയിരിക്കുകയാണ്. പ്രത്യേകമായി ഒരു ഉപമകൾ വഴിയാണ് വീണ്ടും കർത്താവ് സംസാരിക്കുന്നത്. സ്വർഗരാജ്യത്തിന് തുലനം ചെയ്തുകൊണ്ടാണ് ഉപമകളെല്ലാം കർത്താവ് സംസാരിക്കുക. ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം തുലനം ചെയ്യുവാൻ, ഇത്രമാത്രം ഉപമകൾ നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുവാനായിട്ട് എന്തുകൊണ്ടാണ് ഈശോ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രവൃത്തികൾക്കും, സകല പ്രവൃത്തികളുടെയും അവസാനത്തിൽ നമ്മൾ നേടേണ്ടത്, നമ്മൾ ഓരോരുത്തരും നേട്ടം വഹിക്കേണ്ടത്, ഓരോരുത്തരും നേട്ടം കൊണ്ടുവരേണ്ടതും സ്വർഗരാജ്യമാണ്. നമ്മളെല്ലാത്തിലും അവസാനം, ഏത് പ്രവൃത്തിയുടെ അവസാനവും നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഭവിപ്പിക്കുന്നത് പോലെ തന്നെ ആ നന്മയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നേടിയെടുക്കുന്ന ഈ സ്വർഗരാജ്യം. ശേഖരിക്കുകയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ. അതുകൊണ്ടാണ് ഓരോ സംഭവവും കർത്താവ് പ്രത്യേകമായി ഈ സ്വർഗരാജ്യത്തിലേക്ക് തുലനം ചെയ്യുക. ഇന്ന് സ്വർഗരാജ്യം കർത്താവ് തുലനം ചെയ്യുന്നത് മത്സ്യങ്ങളെ പിടിക്കുവാൻ എറിയുന്ന വല പോലെയാണ്. വല പോലെ മത്സ്യങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ അത് വലിച്ചു കയറ്റുകയും അതിൽ നിന്ന് നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും എടുക്കുകയും ചീത്തയെ എറിയുകയും ചെയ്യുന്നു എന്നുള്ളൊരു സുവിശേഷ ഭാഗമാണ് നമ്മൾ കാണുക. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മത്സ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ കടലിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്, ഒരേ കൂട്ടത്തോട് തന്നെ ആയിരുന്നവരാണ്. അന്നേരം ഈ മത്സ്യങ്ങൾക്കെല്ലാം ഈ കടലിൽ കിട്ടിയ പോഷകങ്ങളെല്ലാം ഒരേപോലെ കിട്ടിയ, തുല്യമായി കിട്ടിയ പോഷകങ്ങൾ പോലുമാണ്. എല്ലാ മത്സ്യങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് ഈ കടലിനടിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ സ്വർഗരാജ്യത്തിൻ്റെ വലയെറിഞ്ഞപ്പോൾ ഈ മത്സ്യങ്ങളെ എടുത്തു കഴിഞ്ഞപ്പോൾ ചില മത്സ്യങ്ങൾ നല്ലതല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആ ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ഓരോരുത്തരും പല രീതികളിലും പല അവസ്ഥകളിലായിരുന്ന പോലും നമുക്കെല്ലാവർക്കും കിട്ടുന്ന നന്മകൾ ഒരേ രീതിയിൽ ദൈവം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ കൃപകളും ദൈവം ഒരേപോലെ തന്നെ തുല്യ രീതിയിൽ നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. പക്ഷേ അവസാനം വിധിയാകുമ്പോൾ നമ്മുടെ പ്രവൃത്തി നോക്കുമ്പോൾ നമ്മൾ തുല്യ രീതിയിലല്ല കടന്നു വരുന്നത്. ഒരു സ്ഥലത്ത് 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക് 1000 രൂപ വെച്ച് കൊടുത്താൽ 2 പേരും ചെലവാക്കുന്ന രീതി വ്യത്യസ്തമാണ്. 2 പേരും ഉപയോഗിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. 2 പേരും കൊണ്ടുപോകുന്ന രീതി വ്യത്യസ്തമായിരിക്കും. പക്ഷേ ലഭിച്ചത് ഒരേപോലെ തന്നെ 1000 രൂപ എന്ന വിലയുള്ള ഒരേ രൂപയാണ്, ഒരേ രീതിയിലാണ്. എന്തുകൊണ്ടാണ് ചെലവാക്കുന്ന അല്ലെങ്കിൽ രീതി വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ചിന്തയുടെ വ്യത്യാസമാണ് അവരുടെ പ്രവൃത്തിയിലും വ്യത്യാസം കൊണ്ടുവരിക. ഓരോ മക്കളുടെയും ചിന്തയുടെ വ്യത്യാസമാണ് പ്രവൃത്തിയിലും വ്യത്യാസം കൊണ്ടുവരിക. അനുഗ്രഹങ്ങളുടെ വ്യത്യാസമല്ല, അല്ലെങ്കിൽ കൃപയുടെ വ്യത്യാസം, അവരിലേക്ക് ഒഴുക്കുന്ന കൃപയുടെ വ്യത്യാസമല്ല, അവർ സ്വീകരിക്കുന്ന കൃപയുടെ വ്യത്യാസമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിൽ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഒരേപോലെ തന്നെ നൽകുന്നുണ്ട്. എല്ലാവർക്കും സൂര്യനുണ്ട്, എല്ലാവർക്കും ചന്ദ്രനുണ്ട്, എല്ലാവർക്കും മഴയുണ്ട്, എല്ലാവർക്കും കാറ്റുണ്ട്, എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഒരേപോലെ കർത്താവ് നൽകുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ സ്വീകരിക്കുന്നു? കർഷകർക്ക് മഴ ആവശ്യമാണെങ്കിൽ ബാക്കി ചിലവർക്ക് ചിലപ്പോൾ മഴയുടെ ആവശ്യമില്ലായിരിക്കും. ചില മക്കൾക്ക് സൂര്യപ്രകാശത്തിന്റെ അംശങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് വെറും ചൂടായിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പം കൃപ പല രീതിയിൽ ദൈവം ഒഴുക്കുന്നുണ്ട് ഒരേപോലെ തന്നെ. പക്ഷേ അത് ഉപയോഗിച്ച് കൊണ്ടുവരുന്ന രീതി തെറ്റായി മാറിപ്പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചീത്ത മത്സ്യങ്ങളായി മാറുന്നത്. ആ കടലിലേക്ക് എന്ന പോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഒരേപോലെ വർഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തെരഞ്ഞെടുക്കുന്ന രീതികൾ തെറ്റാണോ ശരിയാണോ? മത്സ്യങ്ങൾക്ക് ഒരേപോലെ കടലിൻ്റെ ആഴവുമുണ്ട്. പക്ഷേ മത്സ്യങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കരുത്, ഏത് രീതിയിൽ കഴിക്കണം, ഏത് രീതിയിൽ പോകരുത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കറിയാം ഏതൊക്കെ ഭക്ഷിക്കണം, ഏതൊക്കെ ഭക്ഷിക്കരുത്, ഏതൊക്കെ രീതിയിൽ നീന്തണം, ഏതൊക്കെ രീതിയിൽ നീന്താൻ പാടില്ല, ഏത് ദിശയിലേക്ക് പോകണം, ഏത് ദിശയിലേക്ക് പോകാൻ പാടില്ല എന്ന്. അങ്ങനെ നന്മ നമ്മുടെ ജീവിതത്തിൽ തന്നെ തെരഞ്ഞെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഈ സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
നന്മ നമ്മൾ തിരഞ്ഞെടുത്ത് ശേഖരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന്റെ നേട്ടമാണ് ഭവിക്കുക. അപ്പോൾ നമ്മുടെ മീൻ വലയെറിഞ്ഞ് നമ്മളെ പിടിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നന്മ മാത്രമേ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളിലും ഉണ്ടാകട്ടെ. ഏത് പ്രവൃത്തിയിലാണെങ്കിലും, ഏത് ചിന്തയിലാണെങ്കിലും, ഏത് കാര്യങ്ങളിലാണെങ്കിലും നന്മയിലേക്ക് മാറുവാനായിട്ടും നന്മ ചിന്തയിൽ കൂടെ ചിന്തിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു കാര്യത്തെ കിട്ടിയ ഉടനെ ആ രീതിയിൽ തന്നെ ചിന്തിക്കാതെ ആ ചിന്തയിലൂടെ കടന്നു ആ അവസ്ഥയിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിലെ നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നന്മ ശേഖരിക്കുവാൻ ആരംഭിക്കുകയുള്ളൂ. അങ്ങനെ നന്മ ശേഖരിക്കുവാൻ ആരംഭിച്ചു കഴിയുമ്പോൾ കൃപയുടെ ആധിക്യം നമ്മുടെ ജീവിതത്തിൽ അധികമായി വർദ്ധിക്കും. അങ്ങനെ കൃപ കൂടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിലും അതേപോലെ തന്നെ സ്വർഗീയ യാത്രയിലും നമുക്ക് ഓരോ ചവിട്ടുപടികൾ ഉണ്ടാകുകയുള്ളൂ. കൃപ കുറയുന്തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ്, എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്, എല്ലാവരെ പോലെയും ഞാനും പ്രവർത്തിക്കാൻ നോക്കുന്നുണ്ട്, ഇതൊന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കൃപയ്ക്ക് തടസ്സമായുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ്. കൃപയ്ക്ക് തടസ്സമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളും ചീത്ത മത്സ്യങ്ങളായി മാറി നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വെറും ഉപയോഗശൂന്യമായതുപോലെ നമ്മളെ തീയിലേക്ക് വലിച്ചെറിയും. നമ്മുടെ തീരുമാനങ്ങൾ ഉപയോഗശൂന്യങ്ങളാകരുത്. നമ്മുടെ തീരുമാനങ്ങൾ നന്മയിലേക്ക് ഭവിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ ഏറ്റവും മനോഹരമായതും ഉത്തമമായതും ആയിരിക്കണം. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രഭാതം മുതൽ പ്രഘോഷം വരെ എല്ലാ തീരുമാനങ്ങളും നന്മയിലൂടെ ആയിരിക്കട്ടെ എന്നും എല്ലാ തീരുമാനങ്ങളും പ്രവൃത്തികളും നന്മയിലേക്ക് ഭവിക്കട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജോലി മേഖലയിലാണെങ്കിലും പഠന മേഖലയിലാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഭവനത്തിലായിരുന്നെങ്കിൽ പോലും നമ്മുടെ എല്ലാ തീരുമാനങ്ങളും എല്ലാ പ്രവൃത്തിയും ഒരു നന്മയിലും ചെയ്യുവാനായിട്ട് ഇത് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് നമ്മൾ ചോദിച്ച് വാങ്ങുകയും ചെയ്യാം. അങ്ങനെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മത്സ്യങ്ങളായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.